പ്രേമലു എന്ന് പറഞ്ഞ സിനിമയുടെ 2 പാർട്ടും കൂടെയാണ് നമുക്കിനി എടുക്കാനുള്ളത്. ഇത് 10ാമത്തെ ഒരു പാർട്ടാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ നല്ലൊരു സീനാണിത്. കാര്യം നമുക്ക് ഫുഡ് കഴിക്കുമ്പോഴോ ഒന്ന് വെറുതെ ഒക്കെ ഇരിക്കുമ്പോഴോ ഒന്ന് കാണാൻ പറ്റിയ നല്ല നല്ല സീനുകളാണ് പ്രേമലുവിൻ്റെ മിക്ക സീനുകളും. ഞാൻ ഇട്ടിരിക്കുന്നത് അങ്ങനെ നോക്കിയിട്ടാണ്. ഞാനാണെങ്കിൽ ഫുഡൊക്കെ കഴിക്കുമ്പോഴത്തേക്കും ഏതെങ്കിലും സിനിമയുടെ ചെറിയ ചെറിയ ഭാഗങ്ങൾ എടുത്തിട്ട് കണ്ട് ഫുഡൊക്കെ കഴിക്കുക, അല്ലെങ്കിൽ വെറുതെ ഇരിക്കുമ്പോൾ ചെറിയ ചെറിയ പല സിനിമകളുടെയും കാണുകയൊക്കെ പതിവുണ്ട്. അതുപോലെ എല്ലാ സിനിമയിലെ ഇതുപോലുള്ള പാർട്ടുകൾ. അപ്പൊ ഞാൻ പോവാണ് യുകെയിലേക്ക്. അപ്പൊ നെസ്ല യുകെയിലേക്ക് പോകുന്ന എന്നൊക്കെ പറയുന്ന ഒരു സീൻ ഇവിടെ പോകുന്നേ. എന്താന്ന് വെച്ചാ ഇവിടുന്ന് കുറച്ച് സാധനങ്ങൾ എടുക്കാനുണ്ടായിരുന്നു. അപ്പൊ ഇവിടുന്ന് പോവാന്ന് വെച്ചു. നാളെ രാവിലെ 11:30 ഫ്ലൈറ്റ്. ഇവിടുന്ന് നേരെ ദുബായ്, അവിടുന്ന് നേരെ ലണ്ടൻ. എൻ്റെ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട് യുകെയിൽ. നിനക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെ പറഞ്ഞാൽ മതി. അല്ല, അതിന്റെ ആവശ്യം ഉണ്ടാവുന്നുള്ള കുഴപ്പമില്ല. ഞാൻ കുറച്ച് ദിവസം മുന്നേ നിന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു, മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. നീ രണ്ടിനും റെസ്പോണ്ട് ചെയ്തില്ല. റെസ്പോണ്ട് ചെയ്തിട്ട് എന്തിനാണ് അറിയുന്നത്? എനിക്ക് വയ്യ. മെസ്സേജ് അയച്ച് സിംഗിൾ ടിക്ക് ഡബിൾ ടിക്ക് ആവുന്നു, ഡബിൾ ടിക്ക് ബ്ലൂ ടിക്ക് ആവുന്നു ഒക്കെ നോക്കി കുത്തിരിക്കാൻ എനിക്ക് വയ്യ. അല്ല, എന്തായിരുന്നു കാര്യം? എന്തായിരുന്നു? എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടായിരുന്നോ? അല്ല, ഞാനന്ന് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നീ വിഷമിച്ചു പോയെന്ന് അമൽ പറഞ്ഞു. അത് കേട്ടപ്പോൾ ഒരു മനസ്സമാധാനം ഉണ്ടായിരുന്നില്ല, അതാ വിളിച്ചേ. ഓ, നിന്റെ മനസ്സമാധാനം അതെപ്പോഴും ഓക്കെ ആയിരിക്കണം അല്ലേ? സച്ചിൻ, അമൽ, വി നീഡ് ടു ടോക്ക്. എൻ്റെ പൊന്നാദി, ഞങ്ങൾ നല്ല ടയേർഡാണ്. പോരാത്തതിന് 3-4 അടിച്ചിട്ടുമുണ്ട്. ആദ്യം ചെല്ല്, നമുക്ക് പിന്നെ സംസാരിക്കാം. ഐ ഇൻസിസ്റ്റ്. വാ, ഞങ്ങളിപ്പോ വരാം. നിഹാരികയുടെ പാട്ടാണ് രസം. ഞാൻ നിങ്ങളെ കുറെ വിഷമിപ്പിച്ചിട്ടുണ്ട്. അതിൽ കൂടുതൽ നിങ്ങൾ എന്നെയും. സച്ചിൻ, വാട്ട്സ് യുവർ പ്രോബ്ലം? റീനു ആകെ വിഷമത്തിലാണ്. എന്തിന്? ആരെങ്കിലും ചത്ത? ബിക്കോസ് ഓഫ് യു. എനിക്ക് വ്യക്തമായില്ല. വ്യക്തമാക്കി തരാം. ഞങ്ങളുടെ നെറ്റ് ബാങ്ക് ടീം ഒരു ഫാമിലി പോലെയായിരുന്നു. നൗ ഇറ്റ്സ് ലൈക്ക് എ ഡിസ്ഫങ്ഷണൽ ഫാമിലി. എല്ലാം വളരെ ശാന്തമായിരുന്നു, ശ്രാവണിയുടെ വെഡിങ് വരെ. Then you two came. അന്ന് തുടങ്ങി ഇന്ന് ഈ ഫംഗ്ഷൻ വരെ നിങ്ങൾ ഞങ്ങളുടെ ഫാമിലിയിലേക്ക് നുഴഞ്ഞു കയറിക്കൊണ്ടിരിക്കുകയാണ്. 2 പരാതി ജീവികളെ പോലെ. എന്തൊക്കെയാ പറഞ്ഞവരെ ചാക്കിലാക്കി കാറിക്കറ്റി കൊണ്ടുപോവുക, സെന്റി അടിച്ച് അവളുടെ കൂടെ ട്രെയിനിൽ നാട് വരെ കൂട്ടുപോവുക, അവളുടെ ബർത്ത്ഡേ പാർട്ടിക്ക് വരിക, ഞങ്ങളുടെ ട്രിപ്പിൽ വരിക, എന്തോ പച്ചമരുന്ന് കലക്കി കൊടുത്ത് അവളെ വശീകരിക്കാൻ നോക്കുക. നീ എന്ന് എന്താടാ ഒക്കെ കുറുക്കി കൊടുത്തേ? കൈവിഷാണോ? ഹാൻഡ് പോയ്സൺ? സച്ചിൻ, ഇനിയെങ്കിലും പറ, വാട്ട്സ് യുവർ പ്രോബ്ലം മാൻ? പ്രേമം. കേട്ടിട്ടില്ലേ? എനിക്ക് അവളോട് ഭയങ്കര പ്രേമമാണ്. ഞാനത് അവളോട് പറഞ്ഞു. അവള് പറ്റൂലെന്നും പറഞ്ഞു. പിറ്റേ ദിവസം തന്നെ ഞാൻ സ്ഥലം വിട്ടു. ഇപ്പൊ നാളെ യുകെ. അല്ല സാറ് ഇതൊന്നും അറിഞ്ഞില്ല. ഇപ്പോ അതിനിടയ്ക്ക് നീ അവളെ പ്രപ്പോസും ചെയ്തോ? പിന്നല്ലാണ്ട് നിന്റെ പോലെ ബെസ്റ്റ് കളിച്ച് പുറകെ നടക്കണോ? എനിക്ക് കിട്ടിയില്ല, നിനക്കും കിട്ടൂല. അവസാനം നീ കരയും മോനെ. അനുഭവം കൊണ്ട് പറയുന്നതാണ്. അതുകൊണ്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പൊ തന്നെ അവളോട് പോയി പറഞ്ഞു. വാട്ട്? എനിക്ക് റീനോട് പ്രേമോ? റിയലി? സച്ചിൻ നല്ല മൂഡിലല്ലെന്ന് തോന്നുന്നു. എനിക്കെന്താണ്? നമുക്ക് പിന്നെ സംസാരിക്കാം. അമൽ ഡേവിസ്, സച്ചിനെ വിളിച്ചോണ്ട് പോകൂ. ശരി. മര്യാദക്കവിടെ മനസമാധാനായിട്ട് വെള്ളം അടിച്ചോണ്ടിരുന്ന ഞങ്ങളിവിടെ വിളിച്ചു വരുത്തിയിട്ട് നീന് സംസാരിച്ചിട്ട് പോയാ മതി. അമലെ കൂൾഡാ. ഇടി, നീ ഏതെങ്കിലും ഒരു ടീമിനെ പിടിച്ചു മാറ്റിയില്ല, ഇത് വഷളാവും. റിലാക്സ്. എനിക്ക് റീനോട് പ്രേമാണെന്ന് കരുതിയിട്ടായിരിക്കും നിങ്ങൾ ചീപ്പ് ഷോ കാണിക്കുന്നത് അല്ലേ? അല്ല, റീനോട് എന്നോട് പ്രേമുണ്ടോന്ന് എനിക്ക് അറിയില്ല.
ഉണ്ടാൻ ചിലപ്പോൾ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരിക്കും. അങ്ങനെയാണെങ്കിൽ ഐ ആം റിയലി സോറി ഗൈസ്. എനിക്ക് ആ കുട്ടിയെ തിരിച്ച് സ്നേഹിച്ചേ പറ്റൂ. ബിക്കോസ് ഞങ്ങൾ തമ്മിൽ അത്ര നല്ല വൈബിലാണ്. ആ റീനു വന്നല്ലോ, നമുക്ക് നേരിട്ട് ചോദിക്കാം. എത്തിയാ റീനു, തന്റെ മനസ്സിലുള്ള തുറന്നു പറയാൻ സമയമായിരിക്കുന്നു. നൗ ടെൽ മീ, ഡു യു ലവ് മീ? നോ, സച്ചിനെ മതി നിർത്ത്. റീനുവിന് ക്വസ്റ്റ്യൻസ് എനിക്ക് മനസ്സിലായില്ലെന്ന് തോന്നുന്നു. മനസ്സിലായി, എനിക്ക് തന്നെ ഇഷ്ടമല്ല. ഓ, ഞാനൊന്ന് വഴക്ക് പറഞ്ഞതിലുള്ള പരിഭവം. എന്നെ ഇഷ്ടമാണെന്ന് നിന്നെ തുറന്നങ്ങ് സമ്മതിച്ചേക്കും മേഡം. ആദ്യം എന്താ തലയ്ക്ക് സുഖമില്ലേ? റീനു, JKD നിർത്ത ആൾക്കാർ ശ്രദ്ധിക്കുന്നു. തന്റെ ഒരു ജേക്ക്. എടോ, എനിക്ക് തന്നെ ഇഷ്ടമല്ല, അത്ര തന്നെ. എനി റീസൺ? ഒരു 100 റീസൺ തരാം. എടോ, ആ ട്രിപ്പിന് തനിക്ക് അറ്റൻഷൻ കിട്ടാത്തതിന്റെ ദേഷ്യല്ലേ താൻ അന്ന് ആ പ്രൊജക്ടിനോട് തീർത്ത്. എന്നിട്ട് പണി മൊത്തം എനിക്ക് കിട്ടി. മീറ്റിംഗിന്റെ സമയത്ത് മുങ്ങിയല്ലോ താൻ. റീനു, ലെറ്റ് മീ എക്സ്പ്ലെയിൻ. എനിക്കൊന്ന് വിശാഖപട്ടണത്ത് വളമേടിയിൽ പോയതായിരിക്കും. എക്സാക്ട്ലി. അപ്പൊ ഒന്ന് ലഞ്ച് ടൈമിൽ ഐ വിൽ മാരി ആദ്യം എന്ന് പറഞ്ഞതോ? ആദ്യം ഇറ്റ് വാസ് എ ഗെയിം. അന്ന് ഐ വിൽ കിൽ സുബിൻ എന്ന് പറഞ്ഞു. എന്ന് വെച്ചാൽ സുബിനെ പോയി കൊല്ലണോ? എന്റെ ദൈവമേ. സീ ഗൈസ്, റീനുവിനോടൊന്നുമില്ല. എടോ, അതിനല്ലേ ഞങ്ങള് തന്നോട് പറഞ്ഞത്. തന്റെ കണ്ണൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ. എടാ ആദിച്ചേട്ടന്റെ തൊണ്ട ഇടുന്നുണ്ട്. എന്തോ ഇവൻ എന്നോടുള്ള പ്രശ്നം എനിക്ക് മനസ്സിലാവും. നിനക്കെന്താണ് എന്നോട് ഇത്ര പ്രശ്നം? സാറ് ചോദിച്ച സ്ഥിതിക്ക് പറയാം. അന്ന് ട്രിപ്പിന് പോയ സമയത്ത് ഞാൻ യുവൻ ശങ്കരാജയുടെ പാട്ട് പാടിയപ്പോ നീ എന്താണ് പറഞ്ഞത്? ഞാനെന്തോ തല്ലിപ്പൊളി പാട്ടെന്നല്ലേ? അന്ന് ഞാൻ ഉറപ്പിച്ചാണ് ഒരു കാരണവുമില്ലെങ്കിലും നിന്നെ പിടിച്ച് 2 ഇടി ഇടിക്കണമെന്നുള്ളത്. നീ അല്ലേ പറഞ്ഞ എന്റെ കംഫർട്ട് സോൺ വിട്ട് പുറത്തു വരണം, ഷെല്ലിന്റെ ഉള്ളിൽ ഒതുങ്ങി കൂടരുതെന്ന്. ഇപ്പൊ എന്റെ സകല ഷെല്ലും പൊട്ടിരിക്കണം. വാടാ വാടാ. അങ്ങനെ തന്നെ. ഐ കെം പ്രിപ്പയർഡ്. കം ഫിസ്റ്റ് ഫൈറ്റ്. ശ്രീനി, സ്ത്രീകളും കുട്ടികളും മാറ്റി നിർത്തി. രക്തം കണ്ട ചില സ്ത്രീകൾക്ക് തലകറങ്ങും. കാർത്തിക, എന്താണ് ആദ്യയുടെ കോമഡി സ്കിറ്റ് ആരും പറഞ്ഞില്ലല്ലോ. നന്നായിട്ട് മിമിക്രിങ് അടിക്കും. എടാ മറ്റേ സാധനം ഇട്ടാടാ നിന്റെ ഇത് അല്ലെങ്കിൽ നീ മറ്റേ ഇത് ഇട്. ഇത് ഇടാടാ. നിന്നെ പോലെ കൊറേ എണ്ണത്തിനെ കണ്ടിട്ടുണ്ടാ. കരയിപ്പിച്ചിട്ടുണ്ട്. കയ്യൂക്കൊണ്ടല്ല, നാവിന്റെ ബലത്തില്. എടാ എടാ CBSE നിനക്ക് സ്റ്റേറ്റ്സ് പിള്ളേരെ അറിയാൻ പാടില്ല. സച്ചിനെ പോനെ. പെണ്ണെ, നീ നിർത്തിക്കോ. സഹിക്കുന്നതിനൊക്കെ ഒരു പരിധിയുണ്ട്. നിർത്ത്. ഞാൻ നിർത്തണോ? പിന്നെ ഞാൻ നിർത്തണോ? നീയല്ലേ തുടങ്ങി വെച്ചത്, ഇപ്പൊ നീ തന്നെ നിർത്തണം. ഓക്കെ ഫൈൻ, ഐ ആം ലീവിംഗ്. ഒച്ചയമ്പോളം ഉണ്ടാക്കാണ്ട് പോടാ ഇറങ്ങി. സച്ചിനെ നിർത്ത്. അമ്മാടി, അവ എടുക്കറാടാ യൂട്ടേൺ. I'll show you guys who I am. അശൂ, ആദിക്കുട്ട, അയ്യോ മമ്മിനോടൊന്നും പോയി പറഞ്ഞേക്കല്ലേ, ചതിക്കല്ലേ. ഞാൻ പോയില്ലേ, ഇനി മതിയാക്കാം. ഓ നിർത്തി. എടാ എണീറ്റ്, നിങ്ങൾ വീട്ടിൽ പോകണല്ലേ? എടാ ഇവിടെ ഭയങ്കര തണുപ്പായിരിക്കും, ഞങ്ങള് താഴോട്ട് പോവാ. ഏറ്റവും വീട്ടിൽ പോക്കെ ചെല്ല്. സച്ചിന, എടാ അവന്മാരവിടെ കിടന്നോട്ടെ, ബോധം വരുമ്പോ എണീറ്റ് പൊക്കോളൂ. ആരെങ്കിലും ഒരു തലയാണോ ഞങ്ങക്ക് തല ചായ്ക്കാനായിട്ട് കിട്ടാൻ വഴിയുണ്ടോ? എടാ Thank you, Miss Reenu. Good night and goodbye. നീ അറിയിക്കോ. ഞാൻ വിളിച്ചു. എത്ര നേരായി നിന്നെ വിളിച്ചോണ്ടിരിക്കുക, നീ എന്താ ഫോൺ എടുക്കാത്തെ? ഇവനാണെ വിളിച്ചിട്ട് കോളും പോണില്ല. അത് ഞാൻ ഫ്ലൈറ്റിൽ പോകുന്ന കാരണം ഫോൺ ഫ്ലൈറ്റ് മോഡിൽ ഇട്ടേക്ക. ഇവിടെ മുതലാ. ആ
എടാ ഇത് ഞാൻ നിനക്ക് വേണ്ടി മേടിച്ചതാ, ഒരു ജാക്കറ്റാ. റീനു നീ ഗിഫ്റ്റ് ഒന്നും കൊടുക്കല്ലേ? അമ്മ ലെറ്റ്സ് ഗെറ്റിംഗ് ലേറ്റ്. എടി എന്നാ ശരി എന്നാ വാടാ പോവാം. എടാ ഞാനും വന്നോട്ടെ. എന്നാ കേറണെങ്കിൽ വേഗം കേറുന്നാ, സമയം പോയി. Why is she getting in the car? Amal, what's this? അത് നീ അറിയണ്ട, മിണ്ടാട്ടിരിയോടാ. സച്ചിന് അപ്പൊ ഓൾ ദി ബെസ്റ്റ്. ഒരു അടിപൊളി സീനാണ്. പമ്പാവാസം സച്ചിൻ, അമൽ, അവന്മാരാണ് നമ്മുടെ ടാർഗറ്റ്. അവന്മാരുടെ 2 കൈ 2 കാലും തല്ലി ഒടിച്ചേക്ക്. കൂട്ടത്തിലൊരു പെൺകുട്ടിയുണ്ട്, അവളെ ഒന്നും ചെയ്യണ്ട. അവക്കുള്ള ഞാൻ സെപ്പറേറ്റ് കൊടുത്തോളാം. ഔട്ടർ റിംഗ് റോഡ് കഴിയുമ്പോൾ ഒരു സ്ഥലമുണ്ട്, അവിടെ ഒരു പൂച്ചക്കുട്ടി പോലും അറിയില്ല. നമുക്ക് അവന്മാരെ അവിടെ വെച്ച് കൂട്ടാം. ശരി കൂട്ടാ.